ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീട്ടിൽ സാറ്റർഡേ നമ്മളെല്ലാവരും കൂടി ഫുൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു ഇഫ്താർ ഫുൾ ഫാമിലി ഇഫ്താർ ഫംഗ്ഷൻ അല്ല, നമ്മൾ ഇഫ്താർ നോയമ്പ് തുറ ഫുൾ ഫാമിലി കുറേ നാളായി, വർഷങ്ങൾ കഴിഞ്ഞു എല്ലാ ഫാമിലിയും കൂടി ഒരുമിച്ച്. എല്ലാ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മയുടെ ബ്രദേഴ്സിൻ്റെ ഫാമിലി കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് 5 ആങ്ങളമാരാണ്. അപ്പോൾ അവരുടെ ഭാര്യമാരും മക്കളമാരും പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോകാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്, കാരണം കുറേ നാളായി. പിന്നെ എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് ചെറുതായിട്ട് ഇന്നലെ തൊട്ട് ഒരു ചെറിയ പനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. നവിതാച്ച ഞങ്ങളുടെ ഉമ്മയുടെ ഏറ്റവും ഇളയ ബ്രദറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. നവിതാച്ചയുടെ വീടാണ് ഈ കാണുന്നത്. പിന്നെ എൻ്റെ പഴയ വീടുണ്ടല്ലോ, പഴയ വീടിൻ്റെ അടുത്താണ് ഈ വീട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ കാണാം, ആൾക്കാർ പരിചയപ്പെടാം. എനിക്കൊന്നും ഫുൾ ഫാമിലി ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലാന്ന്. അപ്പോൾ നമുക്ക് അതും കൂടി കാണാം, വിശേഷങ്ങൾ കാണാം. നൈസാണ്, അടിപൊളിയാണ്, എല്ലാവരും കൂടി കൂടിയ ഫണ്ണാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഇളയ മാമയുടെ വീട്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ മൂത്ത കസിൻ സിസ്റ്ററിൻ്റെ 3ാമത്തെ മോള്. നീ പേര് പറഞ്ഞു കൊടുത്തേ ഹൈസ. പേര് പറഞ്ഞു പേര് ഹെയ്സയാണ്. ഹെയ്സ എൻ്റെ തക്കളു. ദേ ഇരിക്കുന്നത് ആരാണ്? മമ്മി ആപ്പിളൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നോയമ്പ് തുറക്കണതിന് മുന്നേ നോയമ്പ് തുറന്നല്ലേ മമ്മി? മമ്മിയപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു മാമി. അത് കമറുജി. ഹായ്, വലൈക്കും സ്ലാം. അപ്പോൾ അതേ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ് കമറാമി. അടുത്തത് ഇത് സുനിമാമി. ഹലോ, ഹായ് പറ. അസ്സലാമു അലൈക്കും. അല്ല വലൈക്കും സ്ലാം. അപ്പോൾ അതെ ഇവരിവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന തിരക്കിലാട്ടാ. അപ്പോൾ എന്തൊക്കെയുണ്ട്? ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മുന്തിരി ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, പഴമുണ്ട്, പിന്നെന്താ ഇത്രേ ഉള്ളൂ. ആരുണ്ട്? അമ്പൂറോ? മുന്തിരി അങ്കൂർ മച്ചാ. ഓക്കെ. അപ്പോൾ ഇവരിവിടെ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ഇവിടെ ആരൊക്കെയാണ് നോക്കൂ ഗായ്സ്. ഇതാരൊക്കെയാണ്? ദിസ് ഇസ് മൈ മദർ. നിങ്ങൾക്ക് അറിയാം. ഇതെന്റെ മൂത്ത കസിൻ സിസ്റ്റർ സുമയ്യ ബായ്. ഹായ്. ഇതെന്റെ ബ്രദർ. ഇല്ലില്ല, മിറ്റിന് മുന്നേ ഇല്ല, ഫസ്റ്റ് ടൈം തോന്നുന്നത്. അടുത്തതായി ഗായ്സ് ഈ ഒരു ഇഫ്താർ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയ നമ്മുടെ സ്വന്തം ഷമാമോൾ ദീദി ഇവിടെ ഉണ്ട്. നീയാണോ സെറ്റ് ആക്കിയ? ഓക്കെ വഴക്കണ്ട. അപ്പൊ ഷമ ആലപ്പുഴയിലെ ടീച്ചറാണ്. അപ്പൊ ഷമ എന്താണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത്? ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള മിക്സ് ആണ്. കസ്റ്റാർഡ് അല്ലേ? നോയമ്പ് കോർഡിനേറ്റർ വേണ്ട ഗൈസ്. ഇവിടെ പടി ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാമറ കൊണ്ട് പോവാം, അല്ലെങ്കിൽ ഇവിടെ പടി ഉണ്ടായി പ്രശ്നം. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഞാൻ ആരാണെത്തുള്ള എങ്ങനെ മിട്ടിക്ക് വേറെ എന്താ പറയാൻ? എന്താ മിട്ടി പറഞ്ഞത്? അപ്പൊ സുമയ്യ ബൈ എന്താണ് ചെയ്യുന്നത് പറയൂ. അപ്പൊ മിട്ടിക്ക് ഒരു ഷോപ്പ് ഉണ്ട്. എന്തായിരുന്നു? മില കിഡ്സ് ബാഗ്സും ഷൂസും അല്ലേ? ഷൂസ് ഡ്രസ് ഉണ്ട്. ഫുൾ പ്രൊമോഷനായി. ഇപ്പൊ ഞാനാരായി പറയൂ, ഞാനാരായി ഇതൊക്കെ. ബാക്കി 2 കുരുന്നുകളവിടെ എവിടെ? ബാക്കിയുള്ളവരെവിടെ? പുറത്ത് അപ്പുറത്തുണ്ട്. നമുക്കിനി കുറച്ച് പേരും കൂടി വരാനുണ്ട്. ഒരാളും കൂടി കുറവുണ്ടല്ലോ. ഇതാരാണ് ഇങ്ങോട്ട് വന്നേ? ഇശൽ മറിയം തിരക്കിലാണ് ഗൈസ്. അപ്പോൾ ഇനിയും ആൾക്കാർ വരാനുണ്ട്, കുറച്ചുപേരും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. അവരെത്തുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. പിന്നെ കുട്ടിപ്പട്ടാളംസ് ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവരും പയ്യെ പരിചയപ്പെടാം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? LKG. എവിടെ നീ പഠിക്കണം? LKG ചിരിയാണ് സാറേ എൻ്റെ മെയിൻ. ചിരിയാണ് എൻ്റെ മെയിൻ. പയ്യൻ ദീദി എവിടെ? പുറത്തുണ്ടാ ഭയം ദീദി? അയ്യോ എൻ്റെ ക്യാമറ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ ബാക്കിയുള്ളവരും കൂടി വന്നിട്ട് കാണാം. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. വരാം. അപ്പോൾ ഞാൻ നേരത്തെ കുട്ടിപ്പട്ടാളംസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ 1 by 1 ആയിട്ട് ഇൻട്രൊഡ്യൂസ്. ഗൈസ് നിങ്ങൾക്കറിയാം, ദിസ് ഈസ് ഐഷ ബായ്, എൻ്റെ ദീദിയുടെ മോളാണ്. ഇത് അജു നമ്മുടെ ഷമയുടെ മകനാണ്. ഇത് ഐഷ, വീണ്ടും ഐഷ, കുറെ ഐഷ ബായ് ആണ്. ഇത് ഐഷ, ഇത് എൻ്റെ മൂത്ത കസിൻ സിസ്റ്റർ മിട്ടിയുടെ മകളാണ്. ഇതാരാണ്? ഇത് ഇഷാന് ജാടയാണ്. പിന്നെ അതേ വേറെ ഒട്ടും ജാടയില്ലാത്ത വേറൊരു സാധനം, വേറൊരു സാധനം. ഇഷൽമാരെ ഒരു ഹായ് പറഞ്ഞ. ഹായ് ഗൈസ് പറ. എന്ത് ജാടയാടോ. പിന്നെ അതെ ഹെയ്സൽ. ഹെയ്സലിന്റെ ചിരിയാണ് മെയിൻ. ഇനി നമ്മുടെ സ്വന്തം ഐറൂസേ. ഇത് എൻ്റെ സല്യൂട്ടറി. സല്യൂട്ട്. വെരി ഗുഡ്. അപ്പോൾ ഐറൂസ് എൻ്റെ ഏറ്റവും ഇളയ മാമാൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. ദിസ് ഈസ് ആക്ച്വലി മൈ സിസ്റ്റർ. ഞങ്ങളുടെ ഏറ്റവും ഇളയ അനിയത്തിക്കുട്ടിയാണോ? ആപ്പാൻ്റെ കുട്ടിയാണ്. ആപ്പാടെ തക്കുടുവാണോ? ഇത് മാസിൻ്റെ പൊന്നാണ്. ചവിട്ടട്ടെ.
ഇനി മിസ്നാബായ്, ഇതാണ് ഗൈസ്. നിങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം ഒരു വീഡിയോയിൽ കണ്ടു. അൽ മിസ്നാബായ് +2 പഠനം കഴിഞ്ഞ് +2 എക്സാം എഴുതിയിരിക്കും. ഇനി അടുത്തത് എൻ്റെ സോറി എന്തെല്ലാം കഷ്ടപ്പാടല്ലേ. അപ്പോൾ കറണ്ട് പോയാ, ലൈറ്റ് പോയി ഗൈസ്. ഇവിടെ ഫുള്ള് നമ്മളിങ്ങനെ ഓരോ പണികളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് മെസ്സാട്ടോ. ഇതാണ് നമ്മുടെ ഇപ്പം എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കൂടി കൂടാണ്. ഒഫീഷ്യലി ഇപ്പം മിസ്നെയാണ് പിള്ളേരുടെ ഇൻചാർജ്. പണ്ട് ഞാനായിരുന്നു പിള്ളേരുടെ ഇൻചാർജ്. അപ്പോൾ മിസ്നയും ചെറുതായിരുന്നു. ഇപ്പം മിസ്നെ കുറച്ച് വലുതായപ്പോൾ എല്ലാവരും മിസ്നാനെയാണ് കുട്ടികളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലേ ഗൈസ്? മിസ്ന മാസിക്ക് അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇവളായിരുന്നു ഏറ്റവും ഇളയ അനിയത്തി. പക്ഷെ ഐറൂസ് വന്നതോടുകൂടി അവിടെ ഒരു പട്ടം പോയി അല്ലേ, ഏറ്റവും ഇളയ അനിയത്തി എന്നുള്ളൊരു പട്ടം പോയിരിക്കുകയാണ്. ഇനിയും കുറച്ചേരും കൂടി വരാനുണ്ട്. ഇത് ആരാണ് ടക്കറുവാണോ? ഏയ് നീ എത്രാം ക്ലാസ്സിലാടാ? 5ാം ക്ലാസ്സിലാണ് പഠിക്കണം അല്ലേ? നിന്നോട് ചോദിച്ചാ പോടാ. ഐഷാബായ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഈ ഐഷാബായ് 4ാം ക്ലാസ്സിലാവുമ്പോൾ. ഇനി ഇവക്കൊരു ബ്രദറും കൂടി ഉണ്ട് മൂത്തത്. അവനും ഐഷാബായും അജുവും ഏകദേശം ഓരോ പ്രായമാണ് അല്ലേ? ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്. അവർക്ക് നാണം വന്നു. ഇനി നമുക്ക് അടുത്ത ടീം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടുത്ത ടീമിനെയും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതിൽ ഒരു കസിൻ സിസ്റ്റർ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് ആരാണിത്? അവര് നാണം. മമ്മൂസ് ഷട്ടിപ്പുറത്താണ് വന്നിരിക്കുന്നത്. ഷട്ടിപ്പുറത്ത് ഇത് എൻ്റെ വേറൊരു മാമി, പക്ഷെ ഞങ്ങൾ ചാച്ചിന്നാണ് വിളിക്കുന്നത്. ഉമ്മയുടെ ഒരു ബ്രദറിന്റെ വൈഫാണ്. ആൻഡ് ഹിയർ കം അന്ന് നിങ്ങൾ കണ്ട റിച്ചു. ഹായ് ഗൈസ്. ഇത് ഇവന്റെ പെങ്ങളുടെ മകനാണ്. നിന്റെ ഉമ്മിയുടെ മമ്മൂസേ. ഓ ഉമ്മിയന്തി മമ്മൂസ് ഷഡിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അത് മോട്ടമുള്ള ഷഡി. എടാ ഉമ്മിയോടെടാ അവനെ ഉറക്കത്തിന്ന് പൊക്കിക്കൊണ്ടെന്ന് വിചാരിക്കുന്നത്. എടാ എല്ലാരും മമ്മു. ഇതാണ് എൻ്റെ ഏറ്റവും ഇളയ മാമി. എൻ്റെ ഏറ്റവും ഇളയ മാമിയും മാമിന്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏറ്റവും ഇളയ അനിയത്തി കുട്ടിയാണിത്. ഐറിസ് അനിയത്തി കുട്ടിയാണ്. യെസ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയാണല്ലേ ഗൈസ്? അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാവരും ഇനി നീലു വരണം. പിന്നെ നമ്മുടെ എന്താ പറയാ നബിതാച്ച പോയി പുറത്തേക്ക്. നബിതാച്ച വീഡിയോയിൽ വരുമെന്നൊന്നും എനിക്ക് തോന്നാനുള്ള നോക്കട്ടെ. ഇനി നമുക്ക് കാണാനുള്ളത് എൻ്റെ വേറൊരു കസിൻ സിസ്റ്റർ, പിന്നെ ബ്രദർ ഇൻ ലോസ് 3 പേരും വരുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെന്താ സോറി മാമമാരും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ആൾക്കാരെ സെറ്റാണ്. മമ്മൂസ് വീണ്ടും. പിന്നെ ഇവിടെ ഭയങ്കര ബഹളം, ഒച്ചയും ബഹളം. ഭയങ്കര രസമായിരിക്കും. ശരിക്കും ഭയങ്കര രസമായിരിക്കും. ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും. ഇനി നോയമ്പുറക്കാനുള്ള ഐഷാബായ് എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ഓക്കെ ഗൈസ്, ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും. കാരണം ഇനി ഓരോരുത്തർ വരും പോകും അങ്ങനെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് നോയമ്പുറയുടെ ഫുൾ സെറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ, ഫുൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ ബൈ. ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാണ്ട് 2 തത്തമാരും കൂടി ഇരുന്ന് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മിറ്റി എന്താ ചെയ്യണേ? ബൈ ഞാൻ മിറ്റി എന്നാണ് വിളിക്കുന്നത്. മിറ്റി എന്താ ചെയ്യണത്? അതല്ല, ഇപ്പൊ എന്താ ചെയ്യണത് വെച്ചപ്പോഴേ ഞാൻ പിന്നെ കിച്ചന്റെ ഓണറാണ് ഇതൊക്കെ. ഇപ്പൊ കറന്റ്ലി വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറയൂ ലൈവല്ല, പേടിക്കണ്ട. പറ. നാരങ്ങ വെള്ളം കലക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും മൈൻഡ് ചെയ്യാതെ വളരെ നാച്ചുറൽ ആയിട്ട് ഗൈസ്, ഭയങ്കര സൗണ്ട്, വളരെ നാച്ചുറൽ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ. എന്താണ് ഷമബായ് എന്താ ചെയ്യുന്നത്? അല്ല മിണ്ടാട്ടോ, വാ തുറക്കാം. ഓ മാൻ, മുഹബത്ത് കാ സർബത്ത് എന്നുള്ള പേര് മാറ്റി ഷമാക്ക സർബത്ത് ആണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിനി വാട്ടർമെലൻ ഇടും. ഇത് കുറച്ചുകൂടി ചെറുതായി കട്ടാക്കണ്ടേ? അപ്പൊ ഇനി എപ്പോ ചെയ്യും? കുറച്ചും കൂടി സാധനങ്ങൾ കേട്ട് ഫൈനൽ ലുക്കിലേക്ക് വരും. മിട്ടി പിന്നെ വയ്യാണ്ടായാ? ഓ മാൻ സീന്. അപ്പൊ ഇവരെന്നോട് പറയണ്ട് നോയമ്പുറക്കാൻ വന്നതാണ് സഹായിക്കുന്നത്. ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് സഹായിക്കുന്നില്ല. ഇതിന് വല്ല സഹായം വേണോ? പനി പിടിച്ച ഞാൻ എന്താണ് കിടന്ന് ഒച്ച പോലുണ്ടാകും. അപ്പൊ എല്ലാവരും ബഹളത്തിലാണ്. രസമുണ്ട് ഫുൾ. എല്ലാരും ഓണാണ് ഗൈസ്. റിച്ചു കുറെ നാളായില്ല ഇതുപോലെ എല്ലാരും കൂടിയിട്ട് മീറ്റ് ആക്കുന്നത്. എന്തായാലും സംഭവം കലക്കി തിമിർത്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡി ആയിട്ട് വരാം. ഓക്കെ എല്ലാവരും. അപ്പൊ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടിപ്പിശാശികൾ മിസ്നാനെ നമ്മൾ ഈ റൂമിലേക്ക് കയറ്റി മമ്മൂനെ റിച്ചോണ്ടേ. അപ്പൊ
ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിക്കേ. മാസി പറയണ കേട്ടോട്ടാ, ഒരു കാര്യം പറയാൻ വേണ്ടി പോണേന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാസി പറയാൻ പോണം. എല്ലാവരും ഇവിടെ ഇരിക്കണം, ഒരാളും പുറത്തിറങ്ങി പോരുത്. മനസ്സിലായോ മാസി? നമ്മള് എല്ലാവരും മിസ്ന മാസിയാണ് നിങ്ങളുടെ ഇൻചാർജ്. എന്തുണ്ടെങ്കിലും മിസ്ന മാസിനോട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടുന്ന് അനാവശ്യ ശബ്ദങ്ങൾ, ഹലോ എന്നോടാണ് പ്രത്യേകിച്ച്, അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കരുത് കേട്ടാ. ഐറോസ് കുട്ടല്ലേ? ഓക്കെ അല്ലേ? നിന്നോട് കഴുത്തില് കയറിയ ഒരു പരിപാടിയില്ല. അപ്പൊ എന്റെ കുട്ടികൾ നല്ല കുട്ടികളാണ്, എല്ലാരും നല്ല കുട്ടികളായിട്ട് ഇരിക്കുമല്ലോ ഇവിടെ. നമ്മളവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ട് വിളിക്കാം നോയമ്പുറക്കാനാകുമ്പോ. ഓക്കെ, ബായ് ബായ് പറഞ്ഞു, ബായ് പറ, ഞാൻ ഓക്കെ ചെയ്തേക്കാം, അതായിരിക്കും ബെറ്റർ. അപ്പൊ ഇനി ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ്, അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ അടുത്തൊരു ബ്രദർ ആണ്, നമ്മുടെ സ്വന്തം ഫസൽ റഹ്മാൻ. വെൽക്കം ഫസലോ. സുഖം? അയ്യോടാ, ഇത് ഫോർമുലക്കാർ അടർക്കാതൊക്കെ മനസ്സിലാവുള്ള ഇറങ്ങിക്കൊണ്ടേ. അപ്പൊ ഫസലു ഒന്ന് ചുള്ളനായിട്ടുണ്ടല്ലോ. ഫസലു മഴ കൊണ്ടാ നന്നായിട്ട്, ചെറുതായിട്ട് മഴയൊക്കെ കൊണ്ട് ഫസല് വന്നിരിക്കുകയാണ്. ഇനി ഒരു കസിനും കൂടി വരാനുണ്ട്. ബാക്കി ഇനി 3 കസിൻസ് ഉണ്ട്. അതിൽ 2 പേര് പുറത്താണ്, ഒരാളിപ്പോ വരും. അപ്പോ ഇതെന്താണ് ഗൈസ്, ഇനി നോയമ്പ് തുറക്കാൻ വെറും 10 മിനിറ്റ് ഉള്ളൂ. ഒരു പടിയും എടുക്കാതിരിക്കാൻ ഏറ്റവും ലേറ്റ് ആയിട്ട് വന്ന ആളാണ് നീലു. പക്ഷെ നീലും റിജാസും കപ്പലായിട്ട് പേരായിട്ട് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതിൽ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഗൈസ്. യെസ്, വെൽക്കം പ്ലീസ്. അപ്പൊ ഇത് നീലുവിന്റെ ഹസ്ബൻഡ് റിജാസ്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആയി വരുന്ന നീലു. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു. അതെ. ഓ മാൻ, സ്കോർ ചെയ്തു. ലേറ്റാ വന്നാലും സ്കോർ. കുട്ടീനൊക്കെ നേരത്തെ പാർസലാക്കിയത്. അപ്പൊ നീലും കൂടി എത്തിയിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഫുൾ കാര്യങ്ങൾ. ഓക്കെ, നീലു പണിയെടുക്കാൻ പോണ നീലു പണിയെടുക്കാതിരിക്കാൻ എന്തുകൊണ്ടാ ഇപ്പാട് നോക്കിക്കോ പൊന്നോ. ഇത് നൈസാട്ടാ. ഗൈസ്, ഇനി നമ്മളെല്ലാവരും കൂടി ചോറും കറിയും വെക്കല് പാടാണല്ലോ. അതുകൊണ്ട് നമ്മൾ ബിരിയാണി ഓർഡർ ആക്കിയിരിക്കുകയാണ്. ചെമ്പേപ്പാടെ കൊണ്ടുവന്നിരിക്കുകയാണ്. മാൻ സീൻ. ഒന്നും പറയല. മസാല മിക്സ് ആയി തോന്നുന്നു നിനക്ക്? മസാലയൊക്കെ മിക്സ് ആയോടാ. നല്ല സ്മെല്ല് വരുന്നത്. എടാ നേരെ അടുക്കളയിലേക്ക്. അതെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്ലേറ്റുകളെല്ലാം നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത്. എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണമെന്നാണ്. എന്തൊരു കഷ്ടപ്പാടാ. എന്റെ ഫോൺ പോയി. ഇവിടെ ഉമ്മി നാരങ്ങ വെള്ളം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചെമ്പിൻ ചോറ്. നറു അടുത്ത. യെസ്, കച്ചമുറച്ച. ദിസ് ഈസ് ഗോണ ബി ഫൺ. എടാ എല്ലാരും 1 by 1 ആയിട്ട് നിരത്തിക്കേടാ. ഇവരെല്ലാവരും വ്ലോഗ് എടുക്കണോണ്ട് യുനോ എനിക്കുള്ള ആക്ച്വലി സംസാരിച്ച് ഞാൻ ക്ഷീണിച്ചിരിക്കാണ്. സോറി മിട്ടി, ഇപ്പറ വിളമ്പ് മിട്ടി. അപ്പൊ മിട്ടി അടുത്തായിട്ട് എടുക്ക്. എന്നാണ് വിളമ്പാള്. അപ്പൊ ഇതിപ്പോ നോയമ്പ് വീഡിയോയിലേക്കുള്ള ആകാംക്ഷ എല്ലാവരുടെ. ഇതൊക്കെ വെള്ളാപ്പം വിളമ്പുന്ന നീലു. ഓക്കെ, ഇനി അടുത്തത് സമൂസ വിളമ്പുന്ന മിട്ടി. ഓക്കെ, കുഴപ്പമില്ലാണ്ട് നോമ്പറക്കാൻ പറഞ്ഞ ഫസലു. കട്ട്ലേറ്റ് വെക്കുന്ന ക്ഷമ. ദീദി എന്താണ്? പാലട വീശുന്നു. ഓ ദാറ്റ്സ് മൈ ഫേവറേറ്റ്. പാലട വീശിയത്. വെള്ളാപ്പം വെക്കുന്ന മാമി. അങ്ങോട്ട് പാത്രം വെക്കുന്ന മാറി ക്ഷീണിച്ച് നിൽക്കുന്ന ചാച്ചി. അവിടെ നാരങ്ങ വെള്ളം വെക്കുന്ന ഉമ്മി. ഇവിടെ ഇതുവരെ ഫ്രൂട്ട്സ് വന്നപ്പോ മുതൽ ഫ്രൂട്ട്സിലാണ്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യുന്ന മാമിമാർ. ആൻഡ് ഹിയർ വി ഹാവ് അവർ കുട്ടിപ്പട്ടാളം. അനുസരണ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പിള്ളേരാണ്. അവിടെ ഇരിക്കണം. ഓക്കെ, 2 പേര് ഇരിക്കണം. ഓക്കെ, എന്താ അനുസരണ അജുബയ്യ മോതിരം. ഫസൽ മാമ മോതിരം കൊടുത്ത അജുബയ്യാന്റെ. മാമയും മോനും ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ഓക്കെ മോനെ, പണിയുണ്ട്. നാണല്ലോ കുട്ടികളെ പോലെ ഇരിക്കാൻ.
സാധാരണ ഈ അവസരം എനിക്കത് കിട്ടാറ് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. ബട്ട് യുനോ ഇപ്പൊ വ്ളോഗ് തുടങ്ങിയത് കൊണ്ട് പൂട്ടിക്കോ, ഈ വ്ളോഗ് തുടങ്ങിയത് കൊണ്ട് ഫുള്ള് ഉത്തരവാദിത്തം എനിക്ക് എന്ത് ചെയ്യാനാ. ഇവിടെ ബഹളാട്ടോ, പ്ലേറ്റ് ആവേശമാണ്. പണിയെടുക്കുന്നു എന്ന് കാണിക്കുന്ന ഒരാളെ കാണിച്ചത്. പിന്നെ നമ്മുടെ കോർഡിനേറ്റർ, ഇതാണ് നമ്മുടെ കോർഡിനേറ്റർ. ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ അവള് മൊത്തം പൈസ ഇട്ടല്ല കേട്ടോ, നമ്മളെല്ലാവരും ഇൻഡിവിജ്വലി ഓരോരുത്തരെ പൈസ ഇട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും സംഭവം സെറ്റാണ്. ആ വെള്ളം അയ്യോ ഇനി വെള്ളം പ്ലേറ്റുകളാണ് കൊടുത്ത് ഇറക്കി വെക്കാൻ കാണുന്നത്. അയ്യോ വെള്ളം പാസ് ചെയ്താൽ മതി. നീലു കുനിയല്ലേ, നീ പ്ലീസ്, നീ കുനിയല്ലേ. മിസ്റ്റർ വെള്ളം വെച്ചെടുക്ക്. നീലുക്ക് കുനിയാൻ പറ്റുള്ള ഓമരിയാണ് ഗൈസ്. എന്റെ പൊന്നെ നമ്മളെ കൗണ്ട് ക്ഷമാക്കി അറിയുള്ളൂ 17. ദേവിതാച്ച പറഞ്ഞു എടാ റിച്ചു നീ മാത്രമാണ് പണിയെടുക്കാത്തട്ടാ, ബാക്കി എല്ലാവരും പണിയെടുക്കണ്ട്. ആ പാല് മേടിക്കാൻ പോയി, സോറി എന്റെ മോൻ പാല് മേടിക്കാൻ പോയതുകൊണ്ടാണ്. കാണാം എടാ നാണില്ലല്ലോടാ നിനക്ക് ബസ്സിലെ. നിനക്ക് ഈ നാണെന്ന് പറയുന്ന സാധനം ഉണ്ടോ? കമോൺ ഗൈസ്, നോയമ്പ് തുറക്കാനുള്ള സമയമായി. എല്ലാരും ഇനി ഒച്ചെടുക്കരുത്, കേട്ടല്ലോ. ഞാനും ഒച്ചെടുക്കരുത്. നമ്മളപ്പോ ഇവനെ കാണിക്കാൻ വേണ്ടി പണിയെടുക്കാണ്ട് പിള്ളേരെ കൂടെ കളിച്ചോണ്ടിരിക്കുക. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാണ്ട് ഞാൻ ഇവരുടെ കൂടെ ഞങ്ങളില്ലാത്ത ഫോട്ടോ എടുക്കണം. മാസി ആണോ? അയ്യോ എല്ലാരും ഓക്കെ മാസി ഫാൻസ്. ഓക്കെ മാറി മതി. അത് നോയി പറഞ്ഞിട്ട് അയ്യോ അറിയാണ്ട് വന്നതാണ്. ഓക്കെ മാറി എടാ ഫസിലെ മതിയടാ. വാതിലടക്കണോ അല്ലേ? എടാ ഫസിലു ഇറങ്ങി വാ, പണിയുണ്ട്. എവിടെയായിരുന്നു? മമ്മു മാത്രമാണ് അതിൻ്റെ അകത്ത് ഇല്ലാത്ത. പൊക്കോ, എല്ലാരും അവിടെ ഉണ്ട്. മമ്മുന് താല്പര്യമില്ല. കൊട്ടി വെള്ളം കൊട്ടി. ഗായ്സ് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നോയമ്പ് നോയമ്പോ എങ്ങനെയായിരിക്കും എനിക്ക് കിട്ടില്ല കേട്ടാ. സെറ്റാക്കി പവറാറില്ല. എനിക്ക് നോയമ്പാണ്. എന്റെ ഇടയിൽ ഓറഞ്ച് തക്കാള പോലെ തോന്നിയല്ലേ എനിക്ക്. അതെ നീലു നോക്കി പിടിക്ക്, വെള്ളം കൊട്ടണ്. ഇവിടെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന എന്റെ ഉമ്മി മാത്രമേ ഉള്ളൂ. നോക്കൂ ഗൈസ്. ആ മൊഹബത്ത് സമത്ത് നീലിങ്ങനെ അപ്പൊ ഒന്ന് നിർത്തോ, കൊറേ നേരമായല്ലോ എന്നൊക്കെ. അപ്പൊ ബൈ എനിക്കും സംസാരിച്ച് മതിയായി. ഇനി ഇവിടെ നിന്ന് സീൻ കാണിച്ചത് ഓക്കെ. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട്. മുഹമ്മദ് കാസർ. ഇതാണ് ഗൈസ് ഒരു പ്ലേറ്റിൽ വരുന്നത്. സമൂസ, കട്ട്ലേറ്റ്, ഫ്രൂട്ട്സ്, പാലട വിഷു, നാരങ്ങളും, മുഹബത്ത് കാ സർബത്ത്. അല്ല മമ്മി ഇവിടെ ഇരുന്നോട്ടെ ഗൈസ്. അപ്പൊ എല്ലാരും ഇരിക്കാണ്. ഫസ്റ്റ് ആ ചെയർ മാറ്റി. അപ്പൊ എല്ലാരും നോയമ്പ് തുറക്കാട്ടോ ഗൈസ്. അതിന്റെ ഇടയിൽ എന്റെ ഫോണ് പൊട്ടിപ്പോയി. എന്റെ ഫോണല്ല, എന്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അപ്പൊ എല്ലാരും നോയമ്പ് തുറന്നുകൊണ്ടിരിക്കാണ് ഗൈസ്. സൈലൻസ്. എല്ലാരും നോയമ്പ് തുറന്നുകൊണ്ടിരിക്കാണ്. അപ്പൊ എല്ലാരും നോയമ്പ് തുറന്നുകൊണ്ടിരിക്കാണ് ഗൈസ്. എല്ലാരും ഒന്ന് നോക്കിയേ. എല്ലാരും നോക്കിയേ. ചാച്ചി, ഫസലു എല്ലാവരും നോക്കിയേ. ഓക്കെ കഴിച്ചോ. ഞാൻ വരാം. മതി പൊന്നെ, കുറച്ച് നീങ്ങ പൊന്നെ. ആ
എങ്ങനെ ഷമാന്റെ സ്ലോ മോഷൻ നോക്കിയേ കൈരന്റെ അവിടെ നല്ലല്ലോ കുറച്ച് നേരം ചറപറ എടുത്ത് ബഹളം മൈക്ക് എന്റെയിലാടാ ഇത് കുടിച്ചോ മൈക്ക് എന്റെയിലാടാ അതിലൊന്നും കേക്കൂലാടാ ഉമ്മിക്ക് എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ച് കൈ വറക്കണ്ടല്ലേ അതെ എല്ലാരും പറ നെറ്റിക്ക് എന്താ പറയാനുള്ളത് അതെ ഉപ്പൂക്ക ചാച്ചിക്ക് എന്താ പറയാനുള്ളത് അതെ അതാണ് യെസ് റസ്മി ബൈക്ക് എന്താ പറയാനുള്ളത് ബിഗ് ബോസിൽ മൈക്കോ ബൈ ഞാൻ ആക്ച്വലി ഗ്രൂപ്പിൽ ഇങ്ങനെ എല്ലാവരും നോയമ്പറയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്ര സക്സസ്ഫുൾ ആയിട്ട് ഇത് നടത്താൻ പറ്റുമെന്ന്. അപ്പോൾ അപ്പൊ ക്ഷമയാണ് ഇത് ഫുൾ കോർഡിനേറ്റ് ചെയ്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് അപ്പൊ ക്ഷമയാണ് ക്ലോസ് അപ്പ്. യെസ് പ്ലാൻ ഇട്ടത് എന്റെ അനിയനും എത്തി കൂടിയാണ്. ക്ലോസ് അപ്പ് നീലു. യെസ് നീലു ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. അപ്പൊ ഞങ്ങള് ഫാമിലി കുറെ നാൾക്ക് ശേഷമാണ് പ്ലാൻ ഇട്ടത്. നീലു മെയിൻ ഓക്കെ റസീമും നീലു സമ്മതിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാൾക്ക് ശേഷമാണ് ഇതുപോലെ എല്ലാവരും കൂടുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ കുറച്ച് മുന്നേ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി റസീമിന്റെ കല്യാണമാണ് അടുത്തത്. അപ്പൊ അടുത്തതിലേക്ക് കാണാം. ഇനി എന്താണ് ഇനി ഫസ്റ്റ് അടുത്തതിലേക്ക് ബൈക്ക് എന്താ പറയാനുള്ള അപ്പൊ ഇത് ഈ സംബൂസ കഴിച്ചിട്ട് കൊള്ളാവും. സംബൂസയും കട്ട്ലേറ്റ് എങ്ങനെയുണ്ട്? റഹനയാണ് ഉണ്ടാക്കിയത്. മതി വൈ ഇത്രയും ബ്ലോഗ് ഒന്നും ആയിരിക്കാം. ഈ നോമ്പ് തുറയിൽ മമ്മിക്ക് എന്താ പറയാനുള്ളത്? നോമ്പ് തുറയെ കുറിച്ച് മമ്മിക്ക് എന്താ പറയാനുള്ളത്? അൽഹംദുലില്ലാ. വിസ്നാക്ക് എന്താ പറയാനുള്ളത്? സംബൂസ പോരാ കട്ട്ലേറ്റ് കൊള്ളാന്നാണ് വിസ്ന പറയുന്നത്. അങ്ങനെ നമ്മുടെ നോയമ്പത്തറ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും കാലിയായി, എല്ലാവരും പോയി, എല്ലാവരും വീട്ടിലേക്ക് പോയി. മമ്മി അവിടെ കിടന്ന് കരയാണ്. അപ്പൊ പോലെ ഇനി എല്ലാവരും അനിയന്റെ കല്യാണത്തിന് ഇവൻ ചെമ്പ് കൊടുക്കാൻ വേണ്ടി പോവാണ്. കച്ചമ്പ് എല്ലാവർക്കും ബിരിയാണി വിളമ്പി ലാസ്റ്റ് അവന് മാത്രം ബിരിയാണി കിട്ടില്ല. ശശിയായി കുഴപ്പമില്ല, പക്ഷെ പാർസലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് അപ്പൊ അത്രേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വേറൊരു ദിവസം കാണാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അത്രയല്ലേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ബൈ പറഞ്ഞു.